സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും തരുവാൻ, നമ്മുടെ പാപങ്ങളുടെ മേൽ കരുണ വർഷിക്കുവാൻ കടന്നു വന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരുണാകടാക്ഷം ഞങ്ങളുടെ മേൽ അയക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് തരുന്ന ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, നോമ്പുകാലം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഇതൊരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ കാലഘട്ടമാണെന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ പാപത്തെ ഓർത്തും ഇന്നലകളിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെ പ്രതിയും അനുതപിക്കുകയും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായ സാഹചര്യങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയും, എത്ര ദൂരം പാപം ചെയ്ത് നമ്മൾ നടന്നിട്ടുണ്ടോ അത്ര ദൂരം പരിഹാരത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കാൻ ദൈവം ഒരുക്കുന്ന സമയമാണിത്. നമുക്ക് ദൈവമേ ഉപവസിക്കാനും അനുതപിക്കാനും അനുരഞ്ജനപ്പെടാനും പരിഹാരം ചെയ്യാനും നീ ഒരുക്കുന്ന വഴികളെ ഓർത്ത് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം തിരുവചനം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെ ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനുമായി അഹാവ നദീതീരത്ത് വെച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു എന്നാണ് എസ്രാ പറയുന്നത്. 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് അവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, തങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ, ശരീരത്തിൻ്റെ പ്രവണതകളെ ഒന്ന് നിയന്ത്രിക്കുവാൻ, ഭക്ഷണവർജനത്തിലൂടെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ സ്വയം ശരീരത്തിൽ എളിമപ്പെടുവാൻ, മനസ്സിലും ആത്മാവിലും ശരീരത്തിലും ചെറുതാകാൻ ദൈവം തരുന്ന വഴികളാണ്. ആത്മീയമായ ചുഴികളെല്ലാം കണ്ടെത്തി തിരുത്തപ്പെടാൻ ദൈവമൊരുക്കുന്ന സാഹചര്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. രണ്ടാമത് പറയുന്നത്, യാത്ര സുഗമമാകുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും ഒരു ആത്മീയ യാത്രയിലാണ്. ഈ യാത്ര സുഗമമാകുന്നതിന് വേണ്ടിയും സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്ര ഏറ്റവും ദൈവത്തിന് പ്രീതികരമായി തീരുവാൻ വേണ്ടി ഒരുക്കുന്ന സമയം. മൂന്നാമതായി പറയുന്നത്, നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനായി ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു എന്നാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രധാനമായി യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ മുറിവുകളെക്കുറിച്ചുള്ള ധ്യാനത്താലും നമ്മൾ ഓരോരുത്തരും അനുഗ്രഹീതരാവുകയാണ്. ഈശോയുടെ കാരുണ്യത്തിൻ്റെ കരം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി അനുതാപ വഴികളിലൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നൊരു കാലഘട്ടം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എന്തിനാണ് ഉപവസിക്കാൻ നമ്മളോട് പറഞ്ഞത്? ഇസ്രായേൽക്കാർക്ക് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രലോഭനവും ആദിമാതാപിതാക്കൾക്ക് പറുദീസായിലുണ്ടായിരുന്ന പ്രലോഭനവും മുൻകൂട്ടി കണക്കിലെടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം വിട്ടുപോവുകയില്ല.
ഈശോ തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സാത്താൻ്റെ മേൽ പൂർണ്ണ വിജയമെടുത്തു. ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വന്നപ്പോൾ 40 സംവത്സര കാലം മുഴുവനും ദൈവത്തോട് മറുതലിച്ചു. എന്നാട്ടെ യേശുവാകട്ടെ ആ സാത്താൻ ഒരുക്കിയ പ്രലോഭനങ്ങളെ മുഴുവൻ വകവരുത്തി തൻ്റെ ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ. പിന്നെ ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും ശക്തമാക്കണമെന്ന് പറയുന്നു. നമുക്ക് 2 വൻ ശക്തികളാണ് നമുക്ക് കയ്യിലുള്ളത്. ഒന്ന് ഉപവാസവും പ്രാർത്ഥനയും. ദാവീദ് രാജാവ് ഒരു കവണയും ഒരു കല്ലും ഉപയോഗിച്ച് മല്ലനായ ഗോലിയാത്തിനെ തകർത്തതുപോലെ, ഗോലിയാത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ രൂപമല്ല, ഒരു സാത്താൻ്റെ ആൾ രൂപമെടുത്തയാളാണ്. അവനെ തറ പറ്റിച്ചത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തിയാലാണ്, കരബലത്താലല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റേതെങ്കിലും ആയുധം കൊണ്ടല്ല. ശക്തമായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ നിന്ന് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പിശാചിൻ്റെ എല്ലാ ദുരുപായങ്ങളെയും തകർത്തു. അവൻ ഒരുക്കിയ കെണികളെ ഇല്ലാതാക്കി, അവൻ്റെ ചതിക്കുഴികളെ മനസ്സിലാക്കി ദൈവം നേരിട്ട് ഉപവസിച്ചു. ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചുകൊണ്ടാണ് മരണത്തെയും ലോകത്തെയും ജഡത്തിൻ്റെ സകല തിന്മകളെയും പരാജയപ്പെടുത്തി കുരിശിൽ വിജയമേറ്റെടുത്തതും സാത്താൻ്റെ പാപദാസ്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതും കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ഒഴുകുവാൻ ദൈവം തൻ്റെ ജീവൻ വെടിഞ്ഞതും ശക്തമായ ഉപവാസത്തിലൂടെ കിട്ടിയ കൃപയാലാണ്. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് ഭക്ഷണം വർജിക്കാത്തവർ, ഭക്ഷണത്തിൽ നിയന്ത്രണം കിട്ടാത്തവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നീ എനിക്ക് ശക്തി തരണമേ, അതിനെന്നെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം പ്രധാനമായിട്ടും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുക എന്നതാണ്. മുറിവേറ്റതിൻ്റെ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരണം, യേശുവിൻ്റെ പീഡാസഹനങ്ങളിൽ ആശ്രയിക്കണം. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും എപ്പോഴും വേണ്ടത് ഒരു ഡിവൈൻ മെമ്മറിയാണ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരു ദൈവിക ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ആ നല്ല ഓർമ്മകൾ നമ്മളെ സുഖപ്പെടുത്തും, വേദനിപ്പിച്ച ഓർമ്മകൾ മാറ്റിക്കളയും. നമ്മെ പരിക്കേൽപ്പിച്ച ചില ഓർമ്മകൾ നമ്മുടെ തലയ്ക്കുള്ളിൽ കിടപ്പുണ്ട്. ആ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടാൻ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല ഓർമ്മകളെ തലയിൽ സൂക്ഷിക്കണം. അപ്പോൾ നല്ലൊരു ഡിവൈൻ മെമ്മറി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈശോയുടെ പീഡാസഹനങ്ങളിലൂടെയാണ്. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, എനിക്കാരുമില്ല എന്ന് ഒരു വ്യക്തി സ്വയം പറയുമ്പോൾ നല്ലൊരു ഓർമ്മ നമുക്ക് തലയിൽ കൊണ്ടുവരാനുണ്ട്. എബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനം, ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ല. ഈ ഓർമ്മ ഒരു മനുഷ്യൻ്റെ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തും. ആണ് ബൈബിൾ പറയുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെ ഓർമ്മ കൈപ്പേറിയ വിഷമാണ്, അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എൻ്റെ മനസ്സ് തകരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ ചില ഡാമേജായിട്ട് കിടക്കുന്ന മേഖലകളുണ്ട്. ആ മേഖലകളിലേക്ക് സൗഖ്യം കിട്ടാൻ ഈശോയുടെ നല്ല ഓർമ്മകൾ സൂക്ഷിക്കണം. നാം കടന്നു പോയിട്ടുള്ള എല്ലാ വേദനയിലൂടെയും ഈശോ കടന്നു പോയിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പീഡാനുഭവത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ നല്ല കാര്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. സങ്കീർത്തനം 69:20 ദൈവം പറയുന്നത്, കർത്താവ് വളരെ ശക്തമായിട്ട് പറയുന്നത്, തന്നോട് സഹതപിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. നിസ്സഹായനായിട്ട് സഹിക്കുന്ന കർത്താവിൻ്റെ മുഖം
ആ ക്രൂശിൻ്റെ മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കും. ആണ് യേശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 4-5 തിരുവചനം പറയുന്നത്, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേറ്റു. ഓർമ്മ നമ്മുടെ തലയിൽ സൂക്ഷിക്കണം. വേറെ ചിലർ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ സഹനം ആരും കാണുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നൊന്നുമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ സങ്കീർത്തനം 10:14 ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ കാണുന്നുണ്ട് നിൻ്റെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും, ഞാൻ അറിയുന്നുണ്ട് നിൻ്റെ നൊമ്പരങ്ങൾ, നിസ്സഹായന് ഞാൻ തുണയാണ്, അനാഥനെ ഞാൻ കൈവടിയുകയില്ല. ആ പ്രിത്തോറിയത്തിൽ നിൽക്കുന്ന ഈശോ, തനിച്ച് നിന്ന് സഹിക്കുന്ന ഈശോയെ കാണുമ്പോൾ എനിക്കാരുമില്ലെന്ന് ചിന്തിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? കൽത്തൂണിൽ കെട്ടിയിട്ട് നിസ്സഹായതയിൽ അടി സ്വീകരിക്കുന്ന ഈശോ, അതിനെക്കുറിച്ച് ആ നല്ല ഓർമ്മകൾ നമ്മൾ അയവിറക്കുമ്പോൾ, എനിക്കെന്നും ദുഃഖമാണ്, എനിക്കെന്നും ഭാരമാണ്, എനിക്കെന്നും കഷ്ടകാലമാണെന്ന് ആർക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഒരു ഡിവൈൻ മെമ്മറി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ വേദനിപ്പിച്ച ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടുകയുള്ളൂ. അതിന് 3 ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഒന്നാമത്തെ ഓർമ്മ യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഇത് മുറിവുണക്കുന്ന ഔഷധമാണ്. യേശുവിൻ്റെ പീഡകളെക്കുറിച്ച് ധ്യാനിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും ആത്മീയമായിട്ട് വളരാനോ അനുതാപത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനോ പാപം ഉപേക്ഷിച്ച് ദൈവിക മാർഗത്തിലൂടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനോ കഴിയുകയില്ല. അതുകൊണ്ട് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ ആ വേദനാജനകമായ സാഹചര്യങ്ങളെ, ആ ഗതികേടിൻ്റെ കാലങ്ങളെയൊക്കെ മറക്കാനുള്ളൊരു കൃപ നമുക്ക് തരും. രണ്ടാമത് ഈശോയുടെ രക്തത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ആ ഓർമ്മ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുകയും നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യും. യെശയ്യാ 53:5 തിരുവചനം കർത്താവ് പറയുന്നത്, അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. 143 സങ്കീർത്തനം വീണ്ടും നമ്മളോട് പറയുന്നത്, 2-3 തിരുവചനം പറയുന്നത്, നമ്മുടെ വേദനകൾ അവൻ ഏറ്റെടുത്തു എന്ന് തന്നെയാണ്. ഹൃദയം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യും. യേശുവിൻ്റെ രക്തം കൊണ്ടാണ് നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നതും നമ്മുടെ പാപത്തിൻ്റെ കറകൾ കഴുകപ്പെടുന്നതും. അങ്ങനെ ഒരു കഴുകലിന് വിധേയപ്പെടുന്ന കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ ഇവിടെ ഒരു കഴുകാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം പ്രിയപ്പെട്ടു. മൂന്നാമത്തെ ഒരു ഓർമ്മയാണ് യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ഓർമ്മ. എന്താണ് ആ ശരീരത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് കൊണ്ടുവരേണ്ടത്? എങ്ങനെയാണത്? അവൻ്റെ ശരീരം നമുക്ക് ശക്തമായ ഒരു ഭക്ഷണമാണ്. യേശുവിൻ്റെ ശരീരം ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ആ ശരീരം ഭക്ഷിക്കുന്ന വ്യക്തി ഈശോയായിത്തീരുന്നു. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ നേരിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗഭാക്കായി നമ്മൾ മാറുകയാണ്. അപ്പം നമ്മുടെ ഈ വേദനിപ്പിച്ച ഓർമ്മകളെ സുഖപ്പെടുത്താൻ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എല്ലാം മറക്കാനുള്ള കൃപ കിട്ടണം. മരിച്ചാലും ഞാൻ മറക്കില്ല. അതൊന്നും മറക്കാൻ സാധിക്കുമോ? അത്ര മാരകമായ വേദനയല്ലേ ഞാൻ സഹിച്ചത് എന്ന് ചോദിക്കുന്ന ചില വ്യക്തികളുണ്ട്. പക്ഷേ ഈ പീഡകളിലേക്ക് നോക്കുമ്പോൾ മറന്നേ പറ്റൂ. രണ്ടാമത്, യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെടുമ്പോൾ നമ്മുടെ കടങ്ങളും പാപങ്ങളും അതുണ്ടാക്കിയ പാടുകളും മുഴുവനും നീക്കപ്പെടുകയാണ്. വീണ്ടും യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ശരീരം ഇതാ എൻ്റെ ശരീരത്തിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഈ 3 ഓർമ്മകൾ തലയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്നാൽ
നമ്മുടെ സകല വേദനിപ്പിച്ച ഓർമ്മകളും അവിടെ വെച്ച് സുഖപ്പെടും. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, പീഡാനുഭവത്തിൻ്റെ കാലഘട്ടത്തിൽ ഉപവസിച്ച് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അനുതപിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പ് ചോദിച്ച് അതെല്ലാം തിരുത്തി നവീകരിക്കപ്പെട്ടൊരു വ്യക്തിയായി തീരാൻ എന്നെ ഒരുക്കണമേ. എൻ്റെ എല്ലാ മുറിവേൽപ്പിച്ച സംഭവങ്ങളെയും, മുറിവേൽപ്പിച്ച വ്യക്തികളെയും, മുറിവേൽപ്പിച്ച ഓർമ്മകളെയും സുഖപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാക്കി ഇത് മാറ്റണമേ. നമുക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മുറിവുകളും സമർപ്പിക്കുക. ജീവിതം മുഴുവനും മുറിവേറ്റ ഓർമ്മകളുമായി നടക്കുന്നത്, ആരോ പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് കയറിയിരുന്ന ജീവിതം മുഴുവനും തകർത്ത് കളയുന്നവര്, മനസ്സിൽ ഡാമേജ് സംഭവിച്ചവര്, ആ കേടുപാടുകൾ പോക്കുന്ന ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് എൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും കേടുപാടുകൾ പോക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ ദൈവമേ. എൻ്റെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് നിന്റെ ശക്തി അയക്കണമേ. നല്ല ഓർമ്മകൾ, ഒരു ഡിവൈൻ മെമ്മറി എൻ്റെ തലയിൽ വെച്ച് മറ്റെല്ലാ വേദനിപ്പിച്ച ഓർമ്മകളെയും നിർവീര്യമാക്കണമേ. നല്ല ഓർമ്മകൾ, വേദനിപ്പിച്ച ഓർമ്മകളെ ഇതാ മുക്കി തീർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാ പാപികളെയും കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു പാപിയെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ കരുണ എപ്പോഴാണ് അവൻ്റെ മേൽ പതിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആരെയും നമ്മൾ വിധിക്കാൻ പോകരുത്. കാരണം നമ്മൾ വിധിക്കുന്ന വ്യക്തി നമുക്ക് മുൻപേ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. എല്ലാ പാപികളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഈ സമയം. കുടുംബങ്ങളിൽ രോഗികളായിട്ട് കിടക്കുന്നവർ, തളർന്നു കിടക്കുന്നവർ, പലവിധ രോഗങ്ങളാൽ എന്ത് ചെയ്യും എന്നറിയാതെ മനസ്സ് തകർന്നു കിടക്കുന്ന വ്യക്തികൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രിയം കുടുംബം തകർന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഡിവോഴ്സിൻ്റെ വക്കോളം എത്തി നിൽക്കുന്നവർ, അതിന് കോടതി കയറി ഇറങ്ങുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. പലവിധ മേഖലകളിൽ വേദന അനുഭവിക്കുന്നവർ, ഭാരപ്പെടുന്നവർ, ജീവിതം മുഴുവനും എല്ലാ മേഖലയിൽ സങ്കടങ്ങളും ദുരിതങ്ങളും പേറുന്നവരെല്ലാവരും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള സകല ശുശ്രൂഷകരെ ഓർക്കാം. ഈശോയുടെ പീഡകളിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ സകലർക്കും കിട്ടുവാൻ, ആഗോള കത്തോലിക്ക സഭയെയും മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കർത്താവെ, വലിയ കരുണ ഭക്ഷിക്കണമേ എന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ.